ഈ പെൺകുട്ടി തന്നെ ഫോളോ ചെയ്യുന്ന ആൺകുട്ടികളെ ഓടിക്കുന്നതിനായി ഒരു ട്രിക്കാണ് യൂസ് ചെയ്യുന്നത്. സിമ്പിളായി ഫോൺ എടുത്ത് ഡയൽ ചെയ്യാതെ തന്നെ പോലീസായ തന്റെ അച്ഛനോട് സംസാരിക്കുന്നത് പോലെ ആക്ട് ചെയ്യുന്നു. പക്ഷെ ഒരു ദിവസം പെട്ടെന്നൊരുത്തൻ അവൾ ആക്ട് ചെയ്യുന്നതാണെന്ന് മനസ്സിലാക്കി അവളുടെ ഫോൺ തട്ടിപ്പറിച്ച് ചെവിയിൽ വെക്കുന്നു. നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ മറുവശത്ത് നിന്ന് ആരോ സംസാരിക്കുന്നു. അതുമാത്രമല്ല, അയാൾ സംസാരിക്കുന്നത് കേട്ട് പേടിച്ചവൻ ഫോൺ കൊടുത്തിട്ട് ഓടിപ്പോകുന്നു. അത് കണ്ട് കൺഫ്യൂസ് ആയവൾ അവനെ ഫോളോ ചെയ്തു പോയി ചോദിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവളുടെ അച്ഛനാണ് സംസാരിച്ചതെന്ന് പറയുന്നു. അത് കേട്ടതും അവൾ വളരെയധികം ഷോക്കാവുന്നു. കാരണം അവളുടെ അച്ഛൻ മരിച്ചിട്ട് 10 വർഷത്തിൽ കൂടുതലായി. അപ്പോൾ മുതൽ അവൾ അച്ഛനെ മിസ് ചെയ്യാത്ത ദിവസമേ ഇല്ല. അതുകൊണ്ട് ഇത് സത്യമാണോ എന്നറിയാൻ അടുത്ത ദിവസം തന്നെ അച്ഛനോട് സംസാരിക്കുന്നത് പോലെ ആക്ട് ചെയ്തിട്ട് അടുത്തിരുന്ന ഫ്രണ്ടിന് ഫോൺ കൊടുക്കുന്നു. നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവളുടെ അച്ഛനാണ് സംസാരിക്കുന്നത്. പക്ഷെ അവൾ ഫോൺ വാങ്ങി ചെവിയിൽ വെക്കുമ്പോൾ ഒന്നും കേൾക്കുന്നില്ല. അപ്പോൾ മുതൽ അവൾ കാണുന്ന ഓരോരുത്തർ വഴിയും അച്ഛനോട് സംസാരിക്കാൻ തുടങ്ങുന്നു. അച്ഛനോട് അവൾക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും മറ്റുള്ളവർ പറഞ്ഞ അദ്ദേഹം സംസാരിച്ചത് എന്താണെന്ന് അറിയുമ്പോൾ അവൾക്ക് സന്തോഷം തോന്നുന്നു. എന്നാലും അച്ഛൻ എന്തുകൊണ്ടാണ് തന്നോട് നേരിട്ട് സംസാരിക്കാത്തതെന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല. അതേസമയം ഏകദേശം 3 വർഷത്തോളം അച്ഛനോട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ അവൾക്ക് മനസ്സിലായത് ഒരു കാര്യം മാത്രമാണ്. അവൾ ഫോൺ കൊടുക്കുന്ന ഓരോ സ്ട്രേഞ്ചറിനും അദ്ദേഹത്തോട് ഒരു പ്രാവശ്യം മാത്രമേ സംസാരിക്കാൻ കഴിയുന്നുള്ളൂ. അതിനുശേഷം അവൾക്ക് ഇഷ്ടമുള്ളയാളെ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്നു. അപ്പോൾ അവളുടെ അമ്മ അച്ഛന്റെ ഫോട്ടോ നോക്കി ഈ നല്ല നിമിഷത്തിൽ നിങ്ങൾ ഇല്ലാതെ പോയല്ലോ എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവൾ ആദ്യമായി അമ്മയോട് അച്ഛനോട് സംസാരിച്ചതിനെ പറ്റി പറയുന്നു. അത് കേട്ട അമ്മ അവൾ തന്നെ കളിപ്പിക്കുന്നതാണെന്ന് വിചാരിക്കുന്നു. പക്ഷെ അവൾ അമ്മയുടെ കയ്യിലേക്ക് ഫോൺ കൊടുത്തതും അവർക്ക് കരച്ചിൽ വരുന്നു. കാരണം യഥാർത്ഥത്തിൽ അവളുടെ അച്ഛൻ തന്നെയാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഇത്രയും വർഷത്തെ സങ്കടമെല്ലാം ചേർത്ത് അമ്മ അദ്ദേഹത്തോട് ദിവസം മുഴുവനും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം ഫോൺ വെക്കുന്നതിന് മുൻപ് അച്ഛനോട് സംസാരിക്കെന്ന് പറഞ്ഞ് ഫോൺ കൊണ്ടുവന്ന് അവളുടെ കയ്യിൽ കൊടുക്കുന്നു. അവൾ എപ്പോഴത്തെയും പോലെ ഒന്നും കേൾക്കില്ലെന്ന് വിചാരിച്ച് ഫോൺ വാങ്ങി ചെവിയിൽ വെക്കുമ്പോൾ ഇത്തവണ ഒരു അത്ഭുതം സംഭവിക്കുന്നു. നോക്കുമ്പോൾ ആദ്യമായി അച്ഛൻ അവളോട് സംസാരിക്കുന്നു. ഏകദേശം 15 വർഷം കഴിഞ്ഞ് അച്ഛന്റെ ശബ്ദം കേട്ടതും അവൾ കരയാൻ തുടങ്ങുന്നു. അതിനുശേഷമാണ് മനസ്സിലാവുന്നത് ഇത്രയും വർഷവും അവൾ പറയുന്നതെല്ലാം അച്ഛൻ കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവൾക്ക് ഒരു ചാൻസ് മാത്രമേ ഉള്ളൂ എന്നതുകൊണ്ട് ശരിയായ ഒരു അവസരത്തിനായി കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ അവസാനം അവൾ അച്ഛനോട് സംസാരിച്ചതും ആ ലൈൻ എന്നേക്കുമായി കട്ടാവുന്നു.